പ്രിയമുള്ളത്, എനിക്ക് നിങ്ങളുമായി കാണണമെന്നും നിങ്ങൾക്ക് നന്ദി പറയണമെന്നും എനിക്ക് താല്പര്യമുണ്ടായത് ഈ തെരഞ്ഞെടുപ്പോടനുബന്ധമായി വന്ന റിസൾട്ടാണ്. നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് ചരിത്ര വിജയമാണ് നമ്മുടെ പാർലമെന്റ് വിജയം. പ്രതിപക്ഷത്തിരിക്കുന്ന ബിജെപിയും ഇടതുപക്ഷവും ഭരണകക്ഷിയിലിരിക്കുന്ന ബിജെപിക്ക് പോലും ഇതിന്റെ അടുത്തെത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയമായ ഒരുപാട് അനുകൂലമായ സാഹചര്യം നിലവിലുണ്ട്. അത് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ വളരെ സമർത്ഥമായി വിനിയോഗിച്ചു എന്നതിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ റിസൾട്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടൊരു കടപ്പാടുണ്ട് നമുക്ക് അവരോട്. എനിക്കൊരു കടപ്പാടുണ്ട് അവരോട്. ആ കടപ്പാട് നിറവേറ്റുക എന്നതാണ് എന്റെ ഈ വരവിന്റെ ലക്ഷ്യം. അവർക്ക് നന്ദി പറഞ്ഞ് അവരെ നാളെയും അവരെ മാനസികമായി ഇൻസ്പയർ ചെയ്ത് നിർത്തിക്കൊണ്ടുപോകാൻ ഒരു രാഷ്ട്രീയമായ ഒരു തീരുമാനം കൈക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇതിന് മുടപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് ഏറെ സംസാരിക്കാനൊന്നുമില്ല. ബിജെപിയുടെയൊക്കെ കഥ നിങ്ങൾക്ക് ഞാൻ പറയണ്ടല്ലോ. എന്താ സ്ഥിതി എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഓരോ പഞ്ചായത്തിലും നിങ്ങളുടെ റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് തിരിയും ബിജെപി എവിടെയാണ്, ഇടതുപക്ഷം എവിടെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിണറായി വിജയന്റെതൊക്കെ വാക്കുകളൊക്കെ കാറ്റിൽ പറന്ന തൂപ്പുകളായി മാറിപ്പോയി. ഒന്നിനും ഒരു ആക്കവും തൂക്കവും കിട്ടിയില്ല പിണറായി വിജയന്റെ വാക്കിനും പ്രവൃത്തിക്കും ഒന്നും. അതുകൊണ്ട് അവരെ പാർട്ടി പ്രവർത്തകന്മാരിൽ തന്നെ അദ്ദേഹം ഒരു പരിഹാസ്യനായി. അതാണ് എന്റെ യാഥാർത്ഥ്യം. നമുക്കങ്ങനെ ഒന്നും സംഭവിക്കേണ്ടി വന്നില്ല. നിങ്ങളുടെയൊക്കെ സംഘടനാപരമായി നിങ്ങളുടെയൊക്കെ സംഘടിത പ്രവർത്തനം കൊണ്ട് നമുക്ക് നേടാവുന്നത് പരമാവധി നമ്മൾ നേടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ നേട്ടം കൈവരിച്ച് നമുക്ക് പാർട്ടിക്ക് തന്ന നിങ്ങൾ ഓരോരാളോടും ഞാൻ നന്ദി പറയുന്നു. നന്ദി. ആരോപണം നടത്താൻ വേണ്ടി ബൂത്ത് പ്രസംഗം ക്ഷണിക്കുന്നു. ചരിത്രപരമായ വിജയമാണ് കണ്ണൂരിന്റെ മണ്ണിൽ. CPM-ന്റെ ചെങ്കോട്ടകളെല്ലാം തച്ച് തകർത്തുകൊണ്ടാണ് കെ സുധാകരൻ 1,10,000 വോട്ടിന് വിജയിച്ചു വന്നത്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ എല്ലാ കുപ്രചരണങ്ങൾക്കെതിരെ സംഘപരിവാർ ചാപ്പകുത്തി വോട്ട് കെട്ടാമെന്നാണ് ചുംബൻ ജയരാജനും കൂട്ടാളികൾ തീരുമാനിച്ചെങ്കിൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചരിത്ര വിജയമാണ് ഇവിടെ നേടിയത്. മട്ടന്നൂരിൽ 60,000-ന്റെ കണക്കാണ് ടീച്ചർമക്കെങ്കിൽ ഇത് 3,000 താഴെയായി കുറക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ CPM-ന്റെ തകർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കണ്ടത്. ഈ തകർച്ച പൂർത്തിയാക്കാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ആ പോരാട്ടങ്ങളുമായി നമുക്ക് മുമ്പോട്ട് പോകാം. വോട്ട് ചെയ്ത പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നേതാവിന്റെ നന്ദി അദ്ദേഹം അർപ്പിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഈ വൈകിയവേളയിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. Yeah.
വണ്ടി വിട്